ല്ല നോക്കേണ്ടത്, കുടുംബ മഹിമയല്ല നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. ദീനാണ് പരിഗണിക്കേണ്ടത്. നിന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ദീനിനെ നീ പരിഗണിക്ക്. പണവും സൗന്ദര്യമൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു മദീനത്ത്. മക്കത്ത് മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും മുബാറക് എന്ന് പറയുന്ന അടിമയെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാ. ആ കോടീശ്വരനായ മുതലാളിയുടെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ആള് വന്നിരിക്കുകയാ. മുബാറക് എന്ന് പറയുന്ന വീട്ടിലെ ജോലിക്കാരനെ വിളിച്ചോട്ട് പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ വിരുന്നുകാർക്ക് കൊടുക്കാൻ. മുബാറക് മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോ വല്ലാത്ത പുളി. യജമാനൻ പറഞ്ഞു, വിരുന്നുകാർക്ക് കൊടുക്കാനാ, പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാ. മുബാറക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പ്. യജമാനന്റെ മുഖം ചുമക്കാൻ തുടങ്ങി. മുബാറക്കിനോട് പറഞ്ഞു, എന്റെ മകളെ കാണാൻ ആള് വന്നിരിക്കുകയാ, പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാടാ. മുബാറക്ക് മൂന്നാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ അതിന് വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. പിന്നെ യജമാനൻ ഒന്നും നോക്കിയില്ല, മുബാറക്കിനെ തല്ലാൻ തുടങ്ങി. നീ എന്നെ കളിയാക്കുന്നോടാ, എന്നെ പരിഹസിക്കുകയാണോ, തല്ലുകയാ? മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോ മുബാറക്ക് പറഞ്ഞു, എനിക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ല. 10 വർഷമായില്ലേടാ നീ ഇവിടെ ജോലി ചെയ്യുന്നു, 10 കൊല്ലമായില്ലോ ഈ മുന്തിരിത്തോട്ടത്തിൽ നീ ജോലി ചെയ്യുന്നു, നിനക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക് എന്ന് പറയുന്ന അടിമ പറയുകയാ, എനിക്കറിയില്ല. 10 വർഷമായിട്ട് ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നോട് നിങ്ങൾ നോക്കാനേ പറഞ്ഞുള്ളൂ, തിന്നാൻ പറഞ്ഞോ? 10 വർഷം ഈ മുന്തിരിത്തോട്ടം ഇത് നോക്കാനുള്ള അനുവാദം എനിക്ക് തന്നിട്ടുണ്ട്, തിന്നാനുള്ള അനുവാദം നിങ്ങൾ തന്നോ? ഈ 10 വർഷത്തിന്റെ ഇടയിൽ താഴെ വീണ ഒരു മുന്തിരി പോലും ഞാനെടുത്ത് കഴിച്ചിട്ടില്ല. കഴിച്ചാലല്ലേ മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും ആ ചെറുപ്പക്കാരൻ എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഗൾഫിൽ പോയിട്ട് അറബിയെ എത്തീങ്കാനയിലാക്കിയിട്ട് വരുന്ന കാലമല്ലേ. പാവപ്പെട്ടവൻ ഇവിടെ നിന്ന് എങ്ങനെയും കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകും. അറബി ഇപ്പൊ എത്തീങ്കാനയില, ഇവിടെ ബസ്സും കാറും വീടുമായിട്ട് നടക്കാം. അതാണ് നമ്മുടെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ പള്ളിയുടെ മൂത്രപ്പരയുടെ മുമ്പിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിലെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കല്ലേ, എന്തിന്? ചിലപ്പോൾ അത് എടുത്തോണ്ട് പൊക്കളയും. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങും. ഇറങ്ങി പോകുമ്പോ അവന്റെ കാലിന് പരുവുള്ളതിട്ടുണ്ട്, പൊക്കളയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ മുബാറക് എന്ന് പറയുന്ന മനുഷ്യന് 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും എടുത്ത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ യജമാനന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ആ തല്ലിയ ഉയർത്തിയ കൈ വിറയ്ക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ഭയന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് സുന്ദരിയായ മകളെ കാണാമെന്നവരെയൊക്കെ പറഞ്ഞു വിട്ടു. പെണ്ണ് കാണാമെന്നവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് തന്റെ പൊന്നാര മകളെ വിളിച്ചിട്ട് മുതലാളി പറയുകയാ, മോളെ, നിനക്ക് വേണ്ടി വാപ്പ ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. പെൺകുട്ടി ചോദിക്കുകയാ, ആരാ വാപ്പ? എന്റെ ഉപ്പ എനിക്ക് വേണ്ടി കണ്ട പുതിയാപ്പളയാരാ? ആ സമയത്താണ് ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്നു, മോളെ, നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക് ഉണ്ടല്ലോ, ആ മുബാറക്കിനെയാണ് നിനക്ക് പുതിയാപ്പളയായി ഞാൻ തെരഞ്ഞെടുത്തത്. ആ പെണ്ണ് ചോദിക്കുന്നു, വാപ്പാ, എന്തുകൊണ്ടാണ് ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്കിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ആ സമയത്ത് ആ പിതാവ് പറഞ്ഞ മറുപടി, മോളെ, ഇവനെക്കാളും അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഇനി കിട്ടൂല. ഇവനെക്കാളും അല്ലാഹുവിനെ പേടിയുള്ള ഒരുത്തനെ ഇനി കിട്ടൂല. പടച്ച റബ്ബേ, ആ സുന്ദരിയായ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ,
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ ബാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പണ്ടത്തെ കാലമാ. ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത് എന്തെന്നറിയോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1-നും +2-നും പഠിക്കുന്ന പൊന്നുമോള് വീട്ടിൽ കയറി വന്നിട്ട് ജന്മം കൊടുത്ത പിതാവിനോട് പറയുകയാ, ഞാൻ ഒരെണ്ണത്തെ വളച്ചു വെച്ചിട്ടുണ്ട്, വാപ്പ കഷ്ടപ്പെടണ്ട, ഉമ്മ കഷ്ടപ്പെടണ്ട. വാട്സതാ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരെണ്ണത്തെ ഞാൻ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, എനിക്ക് അവനെ മതിയെന്ന് പിതാവിനോട് പറയുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ചെറുപ്പക്കാരന് ദീനുണ്ടായിരുന്നു, ആ ചെറുപ്പക്കാരന് ദീനുണ്ടായിരുന്നു. ആ മനുഷ്യനവിടുന്ന് സ്ഥാനം കൊടുത്തത് സമ്പത്തിനായിരുന്നില്ല, സൗന്ദര്യത്തിനായിരുന്നില്ല, കുടുംബ മഹിമയ്ക്കായിരുന്നില്ല. അവിടുന്ന് കൊടുത്ത പരിഗണന ആ ചെറുപ്പക്കാരന് ദീനുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പറയുന്ന ഈ മുബാറക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ സുന്ദരിയായ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇവര് രണ്ടുപേരും കൂടെ കൃഷി ഇറക്കിയടോ, ഇവര് രണ്ടുപേരും കൂടെ കൃഷി ഇറക്കിയടോ. ആ മനുഷ്യന്റെ മകൻ ആരായിരുന്നെന്നറിയോ? ഈ മുബാറക് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനായ, അള്ളാനെ പേടിച്ച് ജീവിച്ചിരുന്ന മുബാറക്കിന്റെ മകനാരാ? ലോകമറിയുന്ന പണ്ഡിതന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന്റെ മകനായിരുന്നു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ ഉപ്പമാരോട് പറയുകയാ, നിങ്ങൾ ദീന് പരിഗണിക്കണേ. നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരോട്, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, പണമല്ല നോക്കേണ്ടത്, സൗന്ദര്യമല്ല നോക്കേണ്ടത്, കുടുംബ മഹിമയല്ല നോക്കേണ്ടത്. നിബിധങ്ങൾ പറഞ്ഞു, കിട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. പൊന്നാര മകളെ കൈപിടിച്ചു കൊടുക്കുമ്പോ, വാപ്പാ അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവന് ഖുർആൻ ഓതുന്നവനാണോ? അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണോ? അവന് ദീനുമായിട്ട് എന്തെങ്കിലും ഒരു കുലബന്ധമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണേ വാപ്പാ. അല്ലാതെ സൗന്ദര്യമല്ല ചെറുപ്പക്കാരാ. ഇന്ന് നോക്കുന്നത് മുഴുവനും സൗന്ദര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്താണ്. അതാ ഇന്ന് പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരുണ്ട്. പണം നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പണത്തിന് മാത്രം സ്ഥാനം കൊടുക്കുക, ദീനൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമുണ്ടോ? ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, കെട്ടാൻ ആളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണത്തിന് വലിയ പരിഗണന കൊടുക്കുന്നവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ലിംറഅതി മാലിഹാ. നബി തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ, ഏതെങ്കിലും ഒരാള് പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എത്ര കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് കെട്ടിയവനാണെങ്കിലും നീ യതീംഖാനയിലായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ എന്ത് ചോദിക്കേ, നിന്റെ ഇക്ക ഭർത്താവ് എപ്പോഴും പറഞ്ഞു വിടുമല്ലോ, അവിടെ നിന്ന് കൊണ്ടുപോവാ, അവിടെ നിന്ന് കൊണ്ടുപോവാ. ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ലേ? എടാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും പറഞ്ഞു വിടും പോയി മേടിച്ചുകൊണ്ട് വരാൻ. വീട് വെക്കണം, വണ്ടി എടുക്കണം, അതെടുക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞു വിടുന്ന ആണുങ്ങളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സഹോദരൻ. പണം നോക്കിയിട്ടൊരിക്കലും പെണ്ണ് കെട്ടരുത്. ദീനില്ല, പണമുണ്ട്, വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവർ, പെണ്ണിന് സൗന്ദര്യമുണ്ടെങ്കിൽ കിട്ടുന്നവർ, ദീനൊന്നും വേണ്ട. ഗ്ലാമർ ഉണ്ടെങ്കിൽ സിനിമാ നടിയാണെങ്കിലും കെട്ടാൻ തയ്യാറാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ പറയാറുണ്ട്, നല്ല കുട്ടിയാ, നല്ല സ്വഭാവമാ, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെന്താ വിവാഹത്തിന് വേണ്ടാത്തത്? നിറമിത്തിരി കുറഞ്ഞുപോയി, നിറമിത്തിരി കുറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറമില്ലാത്തതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന എത്രയോ പേർ. ഞാൻ ഈ അടുത്തൊരു വയലു പറഞ്ഞു, ഈ കറുത്തവരെ കുറിച്ച് ഞാൻ വയലു പറഞ്ഞു. കറുത്ത ആൾക്കാരെ കുറിച്ച് ഇന്ന് നിറം കറുത്തുപോയതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുമുണ്ട്. എന്തിനാ ഭയപ്പെടുന്നേ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് വയലു പറഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസംഗത്തിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു. എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയായി.
എന്റെ പ്രസംഗത്തിന്റെ താഴെ നിറം കറുത്തുപോയതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരെ കുറിച്ച് പ്രസംഗിച്ചപ്പോ അതിനടിയിൽ വന്ന ഒരു കമന്റ്സ് ഫേസ്ബുക്കിലുണ്ട്. എന്റെ പ്രസംഗത്തിന്റെ താഴെ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, എന്റെ കുടുംബത്തിലൊരു പെൺകുട്ടിയുണ്ട്, കറുത്തത് കാരണം ആ കുട്ടിയുടെ കല്യാണമേ നടക്കാറില്ല. ഒരുപാട് വയസ്സായി, 10-30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കുന്നില്ല. അവസാനം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ടാം കെട്ടുകാരനായ ഒരു മനുഷ്യന്. 40 വയസ്സോ 50 വയസ്സോ പ്രായമുള്ള ഒരാളാ വന്ന് വിവാഹം കഴിച്ചത്. ആ പെൺകുട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചോനെ, എൻ്റെ മകളാണ്, എനിക്കൊരു പെൺകുട്ടിയെ തന്നാ നീ അതിനെ കറുത്ത നിറം കൊടുക്കല്ലേ അല്ലാ എന്ന് സങ്കടത്തോടെ ദുആ ചെയ്യുന്നു എന്ന് ആ കുട്ടി എഴുതിയൊരു കമന്റ്സ് ഞാൻ വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിറം കറുത്തതിൻ്റെ പേരിൽ വേണ്ടടോ, എല്ലാവരും സൗന്ദര്യമുള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളെങ്കിൽ നിറം കറുത്തതിൻ്റെ പേരിൽ അങ്ങനെയുള്ളവൻ കെട്ടണ്ട, വേണ്ടാന്ന് വെച്ചേക്കണം. അവന്റെ മുമ്പിൽ പോയി ഒരുങ്ങി നിൽക്കാൻ എൻ്റെ പെൺകുട്ടികൾ തയ്യാറാകരുത്. എടോ, ദീനുണ്ടോ? ദീനനെയാണ് പരിഗണിക്കേണ്ടത്, സൗന്ദര്യത്തിനെയല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുടുംബ മഹിമ നോക്കും, ദീനൊന്നും വേണ്ട. പുതിയ ആളുടെ മകളാണെങ്കിൽ കെട്ടാൻ തയ്യാറ്, അതും നോക്കരുത്. നിങ്ങൾ പരിഗണിക്കേണ്ടത് ദീനിനെ പരിഗണിക്കുക. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നമ്മുടെ മക്കൾ നല്ല മക്കളാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നേരെ തിരിച്ചിട്ട് ഈ പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ, എല്ലാ വഴുതു പറയുന്ന ഉസ്താദന്മാർ ഈ പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാ? ഞങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ. നിങ്ങൾ കുറ്റം പറയണതല്ല സഹോദരി, നിനക്ക് നിന്റെ വിലയറിയാഞ്ഞിട്ടാ. ഇവിടെ ഒരു പെണ്ണ് നല്ലവളാണെങ്കിൽ അവളുടെ മക്കൾ നല്ലവരാകും. ഒരു പെണ്ണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ മക്കൾ നന്നാകും. നേരെ തിരിച്ച് വാപ്പ നല്ല മനുഷ്യനാ, പെണ്ണ് നേരെയല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന് ആലിമാണെങ്കിലും ഉസ്താദാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും വലിയാണെങ്കിലും തൻ്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതിന് ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി. രാവിലെ മുതൽ വൈകുന്നേരം വരെ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബി, അള്ളാനെ കുറിച്ച് പറഞ്ഞ നബിയ നൂഹ് നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിമായോ? ആയില്ല. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അള്ളാഹുവിനെ കുറിച്ച് ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല, മക്കളും വിശ്വസിച്ചില്ല, തലതിരിഞ്ഞുപോയി. വാപ്പ പ്രവാചകന, സാധാരണ ആളല്ല. വാപ്പ നബിയ, പക്ഷെ ഭാര്യ അവിടെ അള്ളാഹുവിന് ഭയമില്ലാത്തവളായിരുന്നത് കാരണം മക്കള് തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുന്നത് വാപ്പായ്ക്ക് കാണേണ്ടി വന്നില്ലേ? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അതും പ്രവാചകനാ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല, മക്കളും വിശ്വസിച്ചില്ല. ഇതാ ഞാൻ പറഞ്ഞത്, വാപ്പ നല്ലവനാ, ഉമ്മ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. ഇനി നേരെ തിരിച്ച് വാപ്പ കൊള്ളാത്തവനാ, ഉമ്മ ദീനുള്ളവളാണെങ്കിലോ? ഉമ്മ ദീനുള്ളവളാണെങ്കിലോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്, ആ ഫിർഔനിന്റെ ഭാര്യയായ മഹദി ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുകയാ, ബൈതും ഫിൽ ജന്ന, പടച്ചവനെ സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണേ എന്ന് ദുആ ചെയ്തിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹദിയാ, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ പെണ്ണുങ്ങളോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ ആസിയാനെ പോലെയാകണേ, നിങ്ങൾ ആസിയാനെ കണ്ടു പഠിക്കണേ. പ്രവാചകന്റെ മകളല്ല, പ്രവാചകന്റെ ഭാര്യയല്ല, പടച്ചവനെ ആസിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കുറിച്ച് അല്ലാഹു പറയുകയാ, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കണേ. എന്റെ പ്രിയ
അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം നിന്റെ മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നീയും വിവാഹം കഴിച്ചൊരെണ്ണത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ സഹോദരാ, അവൾ ദീനുള്ളവളാണോ? അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാണോ? അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ? ഒരു വാപ്പയ്ക്ക് തന്നെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ ആ കുട്ടികൾക്ക് അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒന്നാമത്തെ കടമ അല്ലാഹുവിനെ ഭയമുള്ള ഒരു ഉമ്മയെ കൊടുക്കണം. വാപ്പയും ഉമ്മയും അല്ലാഹുവിനെ ഭയമുള്ളവരാകണം, പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. മക്കള് അങ്ങനെയുള്ളവർ, അവൻ അങ്ങനെയുള്ള ഉമ്മയുടെ മടിത്തട്ടിലാണ് നല്ല മക്കള് വളരുന്നത്. ഉമർ തങ്ങളോട് ഉമർ തങ്ങളോട് ആ ചെറിയ കുട്ടി പറയുന്നു, തങ്ങള് എന്റെ ഉമ്മ മുസ്ലിം പോലുമല്ല, എന്റെ ഉമ്മ മുസ്ലിം പോലുമല്ല. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന മാതാവും പിതാവും ചിന്തിക്കണം, പടച്ചവര് ഭർത്താവ് ഭാര്യയെ കുറിച്ച് ചിന്തിക്ക്, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്ക്. എന്നിട്ട് നിങ്ങൾ വിലയിരുത്ത് നിങ്ങളുടെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ അവന് നല്ല ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മക്കൾക്ക് അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, സിറാജ് പെണ്ണും കെട്ടി മക്കളെ കെട്ടിക്കാറായി, ഇപ്പൊ വന്നിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, ഇപ്പൊ ഇത് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും നിങ്ങളുടെ കാര്യം പോക്കായി, നിങ്ങളുടെ മക്കളുടെ കാര്യം എങ്കിലും സൂക്ഷിക്കാമല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ കുട്ടിയോട് ചോദിച്ചു, ഇനി രണ്ടാമത്തെ കടമ എന്താ? ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കപ്പുറ നബിയുനാ റസൂലുള്ളാഹി. ബോറടിക്കുന്നുണ്ടാ? ഈ മൈക്കിൽ നമ്മളുടെ പറ്റൂ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ ബഹളവും കാണിക്കാൻ ഇങ്ങനെ പോകുന്നത്. ഇന്നും പഠിക്കാനുള്ളത് പഠിക്കും. അല്ലാഹു ഈമാൻ പെരുമാറാകട്ടെ. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? മക്കൾക്ക് നല്ല പേര് വെക്കണം. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഈ മോനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ആ കുട്ടിക്ക് വാപ്പ ഇട്ട പേര് ജുഅല, കരിവണ്ട്. ഒരു വാപ്പ നൽകുമാറാകട്ടെ. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? പറയടോ, എന്താ പേര്? കരിവണ്ട്. ഇനി നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താന്ന് നമ്മൾ ചിന്തിച്ചേ. ഇരിക്കണ വാപ്പമാരും ഉമ്മമാരും ചിന്തിക്ക്, നമുക്കും അല്ലാഹു മക്കളെ തന്നിട്ടുണ്ട്, നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താ? ആർക്കറിയാം? നമ്മുടെ മക്കളുടെ പേര് നമ്മൾ നോക്കാറില്ലല്ലോ. അതൊന്നും വാപ്പയുടെ കടമയാ മക്കൾക്ക് നല്ല പേര് വെക്കുക എന്ന് പറയുന്നത്. ഭാര്യയുടെ കടമയല്ല, അത് ഭർത്താവിന്റെ ബാധ്യതയാ മക്കൾക്ക് നല്ല പേര് വെക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളിപ്പോ വെറൈറ്റിയാ നോക്കുന്നത്. എല്ലാവരും വെറൈറ്റി. പണ്ടൊരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദെ അള്ളാഹു എനിക്കൊരു പെൺകുട്ടിയെ തന്നു, ഒരു വെറൈറ്റി പേരാണ് ഞാൻ എൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി പേരാണ് എൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താ പേര്? ഫാത്തിമ നിഫാസ്. നല്ല പേര്. ഒരു വാപ്പ തന്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തമൊന്നും. നീ ഹൈലൊന്നും കൂടെ ഇട്ടാൽ മതിയല്ലോ ഒന്നിന്. ഇവിടെ നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയണില്ല. എന്താ അതിന്റെ വില? ഇപ്പൊ ഈ അടുത്ത് ഖത്തറിൽ ലോകകപ്പ് നടന്നു. ആ ലോകകപ്പ് നടന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു സഹോദരന്, രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഒരു സഹോദരൻ അല്ലാഹു ഒരു മകനെ കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ചാലക്കുടിക്കാരനോ അങ്കമാലിക്കാരനും കണ്ട രണ്ടുപേർക്കും അല്ലാഹു ആദ്യമായിട്ടൊരു മകനെ കൊടുത്തപ്പോൾ ആ മകനിട്ട പേര് മെസ്സി എന്നായിരുന്നു. നമ്മുടെ സമുദായം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാം, ഒരു സഹോദരൻ മുഹമ്മദ് സുധാകരൻ എന്ന മകന് പേരിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാ. മക്കൾക്ക് നല്ല പേര് വെക്കണമെന്ന് പറയാനുള്ള കാരണം, എൻ്റെ വാപ്പ